ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചാമാരെ, ഇന്ന് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള തുടക്കം മുതൽ അവസാനം വരെ ഈ ത്രില്ലടിപ്പിക്കുന്ന സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഐറ്റത്തിന്റെ കഥ കേട്ടാലോ. ഇതുപോലെ ത്രില്ലർ സിനിമകളുടെ അവസാനം നല്ലൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? സോ ധൈര്യമായിട്ട് തന്നെ ഈ കഥ കേട്ട് തുടങ്ങിക്കോ. കഥയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരാൾ ഒരു കുഞ്ഞിനെയും തട്ടിയെടുത്തുകൊണ്ട് നേരെ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ പോയിട്ടിരിക്കുകയാണ്. പിന്നീട് ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ വരുന്ന ACP മായ അവർക്ക് 2 തവണ ഗർഭം അലസിപ്പോയതാണ്. ഇപ്പോ ഭയങ്കരമായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ മായപ്പുള്ളത്. അവരാണ് ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇതിനും പുറമെ ഇവരറിയാതെ തന്നെ ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ വന്ന് പെട്ടുപോയ വേറെ 2 ആൾക്കാരുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്ത 2 ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള അഞ്ജനയും രാഹുലും. ഇതിനും പുറമെ ആ ബിൽഡിങ്ങിലേക്ക് വേറൊരാൾ കൂടെ വരുന്നുണ്ട്, ഒരു സ്ത്രീ. ആ സ്ത്രീയും മറ്റൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുവരികയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തിവിടെ സംഭവിക്കുന്നു, ഒരു പിടുത്തവും നമുക്ക് ആദ്യം കിട്ടില്ല. എന്നാൽ അവസാനം എല്ലാത്തിനും വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും. അങ്ങനെയാണല്ലോ, ഒരു കാരണമില്ലാതെ ഒരു സംഭവം നടക്കില്ലല്ലോ. സോ എന്താണ് ആ ഒരു കാരണം? അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോകാം. സിനിമയുടെ പേര് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനിമയുടെ പേര് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, എപ്പോ വേണമെങ്കിലും മുകളിലേക്ക് നോക്കിയാൽ ആ ഒരു പേര് അവിടെ ഉണ്ടാവുന്നേ. അപ്പൊ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനി കാണിക്കുകയാണ്. പിന്നീട് അവിടെ ജോലി ചെയ്യുന്ന 2 തരം ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടര് വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്ന അവിടുത്തെ ഏറ്റവും ടോപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് റെസ്പെക്ട്, അതുപോലെ തന്നെ ജോലി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സാലറി കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു കൂട്ടം ജോലിക്കാർ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാനും കക്കൂസ് കഴുകാനും ഇതിനൊക്കെ ആയിട്ട് വന്ന തീരെ ശമ്പളം ഇല്ലാത്ത കുറെ അധികം മറ്റുള്ള ജോലിക്കാർ. അങ്ങനെ ഈ 2 തരം ജോലിക്കാരാണ് ഇപ്പൊ ഒരു കമ്പനിയിലുള്ളത്. ഇതിനുശേഷം കഥാനായകനായിട്ടുള്ള ഇക്ബാൽ ആലംതിനെ കാണിക്കുകയാണ്. അവനും ഇതുപോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. സത്യം പറഞ്ഞാല് കുറെ കാലമായി മടുത്തു പോയിട്ടുണ്ട് ഈ വരുന്നതും പോകുന്നതും എല്ലാ ആൾക്കാരുടെയും ചീത്ത വെറുതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ക്ലീനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോശമായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇവരുടെ മേത്ത് ഇവന്മാരങ്ങ് പാഞ്ഞു കയറിക്കോളും. അതങ്ങനെയാണല്ലോ, തിരിച്ചൊന്നും പറയില്ല എന്ന് കാണുമ്പോ അങ്ങോട്ടേക്ക് കാട്ടാൻ ഒരുപാട് ധൈര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ കുറെ ദിവസമായിട്ട് ഇക്ബാല് ഇതിങ്ങനെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു അത്. അങ്ങനെ ഇപ്പൊ ഒരു ഫ്ലോറിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ലിഫ്റ്റിലേക്ക് വന്ന് കയറുകയാണ്. കയ്യിലൊരു മഫ്ലറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബക്കറ്റും ഉണ്ട്. എന്നാൽ ഇതുപോലുള്ള ക്ലീനിങ് സ്റ്റാഫുകൾ ഒരു കാരണവശാലും ലിഫ്റ്റിൽ കയറാൻ പാടില്ല. അവർ സ്റ്റെയർ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിൽ താഴോട്ടോ മേലോട്ടൊക്കെ പോകാൻ പാടുള്ളൂ. എന്നാൽ ഇക്ബാൽ ഇപ്പോൾ ആ ഒരു ലിഫ്റ്റിൽ പോയിട്ട് കയറി നിൽക്കുകയാണ്. ആ ലിഫ്റ്റിൽ തന്നെ വേറെയും 2 ആൾക്കാരുണ്ടായിരുന്നു, കോട്ടീം സ്യൂട്ടൊക്കെ ഇട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട്. അപ്പൊ അവന്മാർ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഒരു ക്ലീനർ അല്ലേ, പിന്നെ നീ എന്തിനാ ലിഫ്റ്റിൽ കയറിയത്, നീ ഇറങ്ങിപ്പോടുന്ന സ്റ്റെപ്പ് വഴി പോന്ന് പറയുന്നുണ്ട്. എന്ന് ഇത് കേട്ട സമയത്ത് ഇക്ബാലിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. ആ മഫ് ഉണ്ടല്ലോ, അത് ആ ഒരു വെള്ളത്തിലേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അങ്ങനെ കുത്തിയതിൽ ഇവന്മാരുടെ 2 പേരുടെ ദേഹത്തേക്കും ആ ഒരു ചീത്ത വെള്ളമാവുന്നുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവന്മാരും ഉണ്ടാതിരിക്കുവോ, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഉന്തും തള്ളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇക്ബാലും വിട്ടുകൊടുത്തില്ല. കുറെ ദിവസമായിട്ട് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു രോക്ഷം മുഴുവനും പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നീട് 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയായി എന്ന് പറയാലോ. അവസാനം എന്താ സംഭവിച്ചത്, ഇക്ബാലിന് അവന്റെ ജോലി നഷ്ടമാവുകയാണ്. ക്ലീനിങ് സ്റ്റാഫുകൾ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഇപ്പൊ ഇക്ബാലും ഉണ്ട്. മാനേജറാണ് ഇവരൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ മാനേജർ ഇതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര അഹങ്കാരത്തിൽ തന്നെ, അതായത് ആ ഒരു ദേഷ്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ പ്രതികരിച്ചത് കേട്ടോ. അതായത് ID കാർഡ് ഊരിയിട്ട് നിലത്തേക്ക് ഒരേറ്റ ഏറ് കൊടുക്കണം. നിങ്ങളുടെ ഈ ജോലിയും വേണ്ട, ഒരു തേങ്ങയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയിൽ നിന്ന് അവനങ്ങോട്ട് ഇറങ്ങി വരികയാണ്. പക്ഷേ അതൊരു അബദ്ധമായിരുന്നു കേട്ടോ. കാരണം അവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യത്തിലാണ്. ഭാര്യയില്ല, ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. എന്നാലോ ഒരു ചെറിയ മകനുണ്ട്. അവൻ പഠിക്കുന്ന സ്കൂളിൽ ഫീസും കാര്യങ്ങളും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവനിപ്പോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അത്രയും ദാരിദ്ര്യമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇക്ബാൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു ജോലി കൂടി ഇല്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം കഷ്ടമായിരിക്കും അവരുടെ കുടുംബത്തിന് കാര്യം. എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു ജോലി എന്തായാലും തേടി കണ്ടുപിടിക്കണം. ഇതിനുശേഷം ഒരു ന്യൂസ് കമ്പനിയിൽ കാണിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന അഞ്ജന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും അവളുടെ ക്യാമറമാനായിട്ടുള്ള രാഹുലിനെയും കാണിക്കുന്നുണ്ട്. ഇവർ 2 പേരും കൈ നിറയെ ഫുഡും കാര്യങ്ങളും മേടിച്ചിട്ട് അവിടെ ടേബിളിലിരിക്കുന്ന കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ച് ഒരാൾക്ക് അത് കൊണ്ടേ കൊടുക്കുകയാണ്. ഇത് ഇവരുടെ സീനിയർ എഡിറ്ററാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എഡിറ്റർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരുടെ 2 പേരുടെ ജോലിയും ഏകദേശം പോകുന്ന മട്ടാണ്. കാരണം ഈ ഒരു ന്യൂസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവരുടേതായ നല്ലൊരു വർക്കോ കാര്യങ്ങളൊന്നും ഇവർ തന്നിട്ടില്ല. സോ ബോർഡ് മീറ്റിംഗിൽ ഇതുപോലെ എന്താ പറയാ, പെർഫോമൻസ് കുറവായിട്ടുള്ള സ്റ്റാഫുകളെ പുറത്താക്കണം എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം തന്നെ പുറത്താകാൻ പോകുന്നത് അഞ്ജനയും രാഹുലായിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു എഡിറ്ററെ മണിയടിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇയാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നത്. എന്തായാലും കാര്യം അറിഞ്ഞപ്പോൾ അഞ്ജനയും രാഹുലും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു കഥയുടെ ഹീറോയിൻ ACP മായ, ആളൊരു പോലീസുകാരിയാണ്, ACP ആണ്. പക്ഷേ എന്തെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതുവരെയായിട്ടും ഒരു അമ്മയാകാൻ വേണ്ടി മായക്ക് പറ്റിയിട്ടില്ല. 2 തവണ ഗർഭം അലസി പോയിട്ടുണ്ട്. ഇപ്പൊ 3ാമത്തെ തവണ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഇതും അത്ര സേഫ് ആയിട്ടൊന്നും അല്ല. അപ്പൊ നല്ല രീതിയിൽ നീ
ശരീരം സൂക്ഷിക്കണം. തൊട്ടടുത്ത് തന്നെ മായയുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോ ഭാര്യ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ. ഇത്തവണ കൂടെ അലസി പോയിട്ടുണ്ടെങ്കിൽ ഏജ് ഓവറായിട്ട് വരികയാണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുകൂടെ അലസി പോയാൽ ഇനി പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത തന്നെ വളരെയധികം കുറഞ്ഞു വരും. അപ്പൊ ACP മായ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ജോലിയും ചെയ്യണം, അതിനിടയിൽ ഒരു കാരണവശാലും ഇപ്പൊ പ്രഗ്നന്റ് ആണല്ലോ, ആ ഒരു കുഞ്ഞു വയറ്റിൽ നിന്ന് പോകാൻ പാടില്ല. ഇതുകൂടെ പോയി കഴിഞ്ഞാൽ ഇനി മായയ്ക്ക് ഗർഭം ധരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്ക് പോലും ഒരു ഉറപ്പില്ല. ഇപ്പൊ ACP മായയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിലെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഇക്ബാലിന്റെ കാര്യം കാണിക്കുകയാണെങ്കിൽ പണം അത് വലിയൊരു വിഷയം തന്നെയാണ് അവന്റെ ലൈഫിൽ. അതില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. ഒരു ജോലിക്ക് വേണ്ടി ഇക്ബാൽ പല സ്ഥലത്തേക്കും പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി നോക്കുകയല്ലാതെ ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. അവസാനം എല്ലാ ദേഷ്യവും വാശിയൊക്കെ മാറ്റിവെച്ച് അവൻ വർക്ക് ചെയ്ത ആ ഒരു ഓഫീസിൽ തന്നെ പോയിട്ട് ജോലി ചോദിച്ചപ്പോൾ അവിടുന്ന് അപമാനം മാത്രം, വേറെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു നിരാശയിലാണ് ഇപ്പോൾ. പിന്നീട് ഇക്ബാൽ ഒരു സ്കൂളിന്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അവനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അതായത് ഒരുപാട് കുട്ടികളെ അവരുടെ പാരന്റ്സ് സ്കൂൾ വിട്ട സമയത്ത് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നാൽ ഒരു കുട്ടിയെ മാത്രം വീട്ടിലെ സെർവന്റ് ആണ് വന്ന് കൂട്ടി പോകുന്നത്. ഇപ്പൊ എന്തിനാണെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ ഇക്ബാൽ ഓടിച്ചെല്ലാണ്. സെർവന്റിന്റെ കയ്യിൽ നിന്നും ആ ഒരു കുട്ടിയെ തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഒരു പെൺകുട്ടിയായിരുന്നു. അവളുമായിട്ട് അവിടുന്ന് ഓടുകയാണ്. ചുറ്റും കൂടി ആൾക്കാരെയൊക്കെ ഗണ്ണ് കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് കുറെ ആൾക്കാർ ഇക്ബാലിന്റെ പിന്നാലെ ഓടി വരുന്നുണ്ട്. എന്നാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം ഇക്ബാൽ നേരെ അവൻ ജോലി ചെയ്ത ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഓടി കയറുകയാണ്. നേരെ ചെന്ന് ലിഫ്റ്റിൽ കയറുന്നുണ്ട്. ഏത് ലിഫ്റ്റിലാണോ കയറേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കയറുകയാണ്. നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ വർക്ക് ചെയ്ത ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ 30th ഫ്ലോർ, അങ്ങോട്ടേക്ക് പോയിട്ട് ഗണ്ണ് കാണിച്ച് എല്ലാവരും പേടിപ്പിച്ച് എല്ലാവരും അവിടുന്ന് ഓടിപ്പിക്കുകയാണ്. കൂടെ ഒരു കുട്ടിയുണ്ട്. ഇതൊന്നും ആരും നോക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ ആ ഒരു ജീവൻ മാത്രം മതി. ഇവരിപ്പോ ജീവനെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ആ കുട്ടിയുടെ കാര്യം ആരും നോക്കുന്നില്ല. അപ്പോഴേക്കും ഈ ഒരു വിവരം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ പോലീസ് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഓഫീസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരുന്ന ആൾക്കാരോട് എത്രാമത്തെ ഫ്ലോറിലേക്കാണ് അവനെ കൊണ്ടുപോയത്? അപ്പൊ അവരൊക്കെ പറയുന്നുണ്ട് 30ാമത്തെ ഫ്ലോറാണ്, വേഗം അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഈ പോലീസുകാരും ഗണ്ണുമായിട്ട് നേരെ 30ാമത്തെ ഫ്ലോറിലേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു ഫ്ലോറിൽ എത്തിയ സമയത്ത് പോലീസുകാർ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കുശു ശബ്ദങ്ങൾ. ഇതപ്പോ എവിടുന്ന് കേൾക്കുന്നത് നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അടച്ചിട്ട മുറി തുറന്നു നോക്കുമ്പോൾ രണ്ടുപേര് അതിന്റെ ഉള്ളിലുണ്ട്. രണ്ടുപേരും ചെറുപ്പക്കാരായിരുന്നു കേട്ടോ. മാത്രമല്ല ഒരുത്തിന്റെ കയ്യിൽ ക്യാമറയുണ്ട്. അപ്പൊ പോലീസുകാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ്? അപ്പൊ ഈ രണ്ടാൾക്കാർ മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട അഞ്ജന അതുപോലെ തന്നെ രാഹുലാണ്. ഇവർ ശരിക്കും ഇങ്ങോട്ടേക്ക് ഇവരുടെ ജോലി പോവും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഒരു ഡോക്യുമെന്ററിയും കാര്യങ്ങളൊക്കെ എടുക്കാം, നല്ലൊരു വർക്ക് സബ്മിറ്റ് ചെയ്യാം എന്നൊക്കെ കരുതി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും പേടിച്ച് ആ റൂമിന്റെ ഉള്ളിൽ കയറി ഇരുന്നതാണ്. അതാണിപ്പോ ഈ പോലീസുകാരൻ കണ്ടത്. എന്നാ വേഗം ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോന്ന് പറയണം. ഇതിനുശേഷം ഗണ്ണുമായിട്ട് നേരെ ഇക്ബാലിന്റെ അടുത്തേക്ക് ഈ പോലീസുകാരൻ ചെല്ലുന്നുണ്ട്. എന്നാൽ ഇക്ബാൽ ആണെങ്കിലോ ഈ ഓഫീസിൽ തന്നെ MDയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടെ, അതായത് അവിടെ ഒരു ഗ്ലാസിന്റെ മറയുണ്ട്. അതിന്റെ അപ്പുറത്താണ് ഇക്ബാൽ നിൽക്കുന്നത്. അതും ഈ കുട്ടിയുടെ തലയിൽ ഗണ്ണും വെച്ചുകൊണ്ട്. പോലീസുകാരന്റെ കയ്യിൽ ഗണ്ണ് കണ്ട സമയത്ത് മര്യാദക്ക് അത് താഴെ വെച്ചോന്ന് ഇക്ബാൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം ഇപ്പൊ കമ്മീഷണർ ഓഫീസിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. കമ്മീഷണർ വേഗം തന്നെ ACP മായ വിളിച്ചു വരുത്താണ്. കാരണം ഇതൊരു ചെറിയ കുട്ടിയുമായി ബന്ധപ്പെട്ട കേസാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവൻ പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും മിടുക്കി ACP മായാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്യാൻ പോകുമ്പോൾ അവളുടെ ഹെൽത്ത് കണ്ടീഷൻ അതൊരിച്ചിരി മോശമാണല്ലോ എന്ന് കരുതി ആ ജോലി അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ചെറിയൊരു പെൺകുട്ടിയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അവളുടെ ജീവൻ അത് വെച്ച് കളിക്കാൻ പറ്റില്ല. അങ്ങനെ റിസ്ക് എടുത്ത് ആ ഒരു ജോലി ചെയ്യാമെന്ന് തന്നെ മായ ഇപ്പൊ കമ്മീഷണറോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ പോലീസുകാരനുണ്ടല്ലോ അവനിപ്പോ ആ ഒരു ഗണ്ണ് താഴെ വെച്ച് പതിയെ ഇക്ബാലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത് പറ, നിന്റെ ഡിമാൻഡുകളൊക്കെ ഞങ്ങൾ കേൾക്കട്ടെ. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരു കൂട്ടർ കൂടെ ഉണ്ടായിരുന്നു. അതായത് അഞ്ജനയും രാഹുലും. ഇവരോട് രണ്ടുപേരോടും ഇവിടുന്ന് പോവാൻ പറഞ്ഞെങ്കിലും രണ്ടുപേരും പോയിട്ട് പതിയെ തിരിച്ചു വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലായോ? രണ്ടുപേരുടെയും ജോലി ഏകദേശം പോവാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നേരിട്ട് ഷൂട്ട് ചെയ്ത് ലൈവായിട്ട് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ടുപേർക്കും നല്ലൊരു മൈലേജും കിട്ടും, ചാനലും നല്ല മൈലേജ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ജോലി അത് സ്ഥിരപ്പെടുത്താനും പറ്റും. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഇവിടെ നിന്നുകൊണ്ട് ഈ സംഭവം ഷൂട്ട് ചെയ്യാന്ന് അഞ്ജനയും രാഹുലും പ്ലാൻ ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പോലീസുകാരൻ ഈ ഇക്ബാലിനോട് എന്താണ് നിന്റെ ഡിമാൻഡ് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഇക്ബാൽ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം ഈ കമ്പനിയുടെ മുതലാളി അയാളോട് പറഞ്ഞോളാന്ന് പറയണം. ആദ്യം അയാളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ഇപ്പൊ ഈ പോലീസുകാരൻ പറയാണ് ഈ കമ്പനിയുടെ മുതലാളി അയാളൊരു മിനിസ്റ്ററാണ്, അയാളൊന്നും എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താണ് ശരിക്കും നിന്റെ ആവശ്യമെന്ന് ഇപ്പൊ ഈ പോലീസുകാരൻ ചോദിച്ചപ്പോൾ ഇക്ബാൽ പറയാണ് എനിക്കൊരു ജോലി വേണം, അത് ഞാൻ വർക്ക് ചെയ്ത ഈ കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് പറയണം. പക്ഷെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ ഇമാതിരി ഒരു പ്രാന്ത് ഇവൻ കാണിച്ചു കൂട്ടുന്നത്? ഈ പോലീസുകാരൻ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ നേരം ഈ സംഭവങ്ങൾ മുഴുവൻ അവിടെ ഇരുന്നുകൊണ്ട് അഞ്ജനയും രാഹുലും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പതിയെ സീനിയർ എഡിറ്ററെ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെയാണ്, സംഭവമൊക്കെ ഞങ്ങൾ നേരിട്ട് കാണുന്നിട്ട് പറയാം. അപ്പൊ എഡിറ്റർ പറയണം മക്കളെ ജോലി വേണം, ജോലി വേണമെങ്കിൽ അത് മുഴുവനായിട്ട് കവർ ചെയ്തോ, നമ്മുടെ ചാനൽ മാത്രമായിരിക്കണം ഈ ഒരു ന്യൂസ് ലൈവായിട്ട് വരേണ്ടത്. ഇത് കേട്ടപ്പോൾ അഞ്ജനയ്ക്കും രാഹുലിനും ആവേശമായി. ഇതേ സമയത്ത് തന്നെ താഴെ ഇപ്പോൾ ACP മായ വന്നിട്ടുണ്ട്. അവരൊന്നും നോക്കിയില്ല, നേരെ മുകളിലേക്ക് കയറി പോവാണ്. 30ാമത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ അയാളോട് എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ മായയോട് പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് രണ്ട് വഴിയുള്ളൂ. ഒന്ന് ആ ഒരു ലിഫ്റ്റ്, അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ. അപ്പൊ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്ന് മായ പറയാണ്. അതുപോലെ തന്നെ അഥവാ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ബിൽഡിംഗ് വിട്ട് അവൻ പുറത്തേക്ക് പോകാൻ പാടില്ല. ചുറ്റും പോലീസുകാരെ നിർത്താൻ പറയണം. ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോവാണ്, പക്ഷെ ആരും ഉള്ളിലേക്ക് വരണ്ട. പിന്നീട് മായ അവരുടെ ആ ഒരു നമ്പർ ഈ പോലീസുകാരന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 തവണ ഞാൻ വിളിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ അപകടത്തിലാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് വരണം. അതുവരെ എന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും കിട്ടാതെ നിങ്ങൾ ഉള്ളിലേക്ക് വരാനേ പാടില്ല. ഓക്കെ, ഇത് പറഞ്ഞ് ഒരു ഗൺ എടുത്തുകൊണ്ട് മായ നേരെ ഇക്ബാലിനെ കണ്ട് അവനോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ഹീറോയിൻ, അതായത് മായ ഉള്ളിലേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇക്ബാൽ ഒന്ന് പേടിക്കുകയാണ്. അപ്പൊ മായ പറയണ, നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാന്യമായ ഒരു ഡീല് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെല്ലാം അവിടെ ഇരുന്ന് ആര് കാണുന്നുണ്ട്? അഞ്ജന, രാഹുൽ രണ്ടുപേരും അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ ACP മായ ഇക്ബാലിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ജോലിയല്ല വേണ്ടത്, ഈ കമ്പനിയിൽ തന്നെ ഉറപ്പായിട്ടും ആ ഒരു ജോലി ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തന്നിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ, അവളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മായ അവരുടെ വയറ്റത്ത് കൈവെക്കുന്നത് ഇപ്പൊ ഇക്ബാൽ കാണുന്നുണ്ട്. എന്താണ് പറ്റിയെന്ന് ഇക്ബാൽ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മായ അവളുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമതും പ്രഗ്നന്റ് ആണ്, അതുപോലെ തന്നെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ടൈമാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇക്ബാലിന് അവരോട് പാവം തോന്നുന്നുണ്ട്. അവൻ അത്ര ചീത്ത മനുഷ്യനൊന്നുമല്ല. എന്നാൽ അവന്റെ ശ്രദ്ധ മാറുന്ന ആ സമയത്ത് അവന്റെ കയ്യിൽ ആ ഒരു ഗണ്ണ് മേടിക്കണം. അതാണ് മായയുടെ പദ്ധതി എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ നിന്നുകൊണ്ട് രാഹുലും അഞ്ജനയും കൂടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മായ ഇക്ബാലിനോട് പറയാണ്, കുറെ നേരം ആയില്ലേ, ഇപ്പൊ രാത്രി ആവാനായിട്ടുണ്ട്, ആ ഒരു കുട്ടിക്ക് വിശക്കുന്നുണ്ടാവും. മോളെ, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ബർഗറോ പിസ്സയോ? അതുപോലെ തന്നെ ഇക്ബാൽ, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ എന്തെങ്കിലും ഫുഡ് എടുത്തോന്ന് പറയുന്നുണ്ട്. പക്ഷെ മായ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് കഴിക്കാൻ വേണ്ടത്? ഇതിനിടയിൽ ആ ഒരു കുട്ടിയോട് അവളുടെ പേരും ചോദിക്കുന്നുണ്ട്. കുട്ടിയുടെ പേര് അവന്തിക എന്നാണ്. അതുപോലെ തന്നെ അവൾക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ എറ എന്നാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ എറ എന്ന് പറഞ്ഞ ഈ അവന്തികയുടെ അമ്മയെ കാണിക്കുകയാണ്. ഇതുപോലെ തന്നെ വലിയൊരു കമ്പനിയിലാണ് അവന്തികയുടെ അമ്മയായിട്ടുള്ള എറയും ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിലാണ് അവരിയ്ക്കുന്നത്. ഇപ്പൊ എന്തോ ഒരു മീറ്റിംഗിലായിരുന്നു. ഇതുവരെയായിട്ടും ഈ ഒരു കാര്യം ഇറ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ലേഡി സ്റ്റാഫ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഇറയോട് ഈ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് അവരാകെ ഷോക്കായി പോവാണ്. ഇതേ നേരം തന്നെ കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോ മായ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് വേണ്ടത്? ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. ദേഷ്യം വന്ന ഇക്ബാൽ പറയണ, എന്തെങ്കിലും പിസയോ ബർഗറോ എന്താന്ന് വെച്ച് കൊണ്ടുപോവാ, നിങ്ങളിങ്ങനെ എന്നെ കൺഫ്യൂഷൻ ആകാൻ ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ. ഓക്കെ കൂളാവ്, ഞാൻ ഇപ്പൊ വരാം, എന്തെങ്കിലും ഫുഡ് എടുത്ത് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് മായ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. നേരെ താഴേക്ക് പോയിട്ട് ഈ കമ്പനിയുടെ മാനേജർ ഉണ്ടല്ലോ, അയാളോട് എങ്ങനെയാണ് ഈ ഇക്ബാൽ അവന്റെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മാനേജർ പറയുന്നത്, മാഡം, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരുമാതിരി ഒരു റൗഡീസ് ആണ്, അവന്റെ സ്വഭാവം അങ്ങനെയാണ്. മാഡം, ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, വേണമെങ്കിൽ അവനെ വെടിവെച്ച് കൊന്ന് ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിക്കുക. വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കുഞ്ഞിന്റെ ജീവനാണ് അപകടത്തിലാവുന്നത്. ഓക്കെ, ഇവര് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു ഇച്ചിരി റൗഡീസും കയ്യിലുള്ള ആളാണ് ഈ ഇക്ബാൽ. ആ കാര്യം മായയ്ക്ക് മനസ്സിലായി. വീണ്ടും ഇക്ബാലിന്റെ അടുത്തേക്ക് മായ ചെല്ലുകയാണ്. മായ ഇപ്പോൾ ഇക്ബാലിനോട് കാര്യങ്ങൾ പറയാണ്, ഞാൻ നിങ്ങളുടെ മാനേജറെ കണ്ടിട്ടുണ്ട് കേട്ടോ, അയാളോട് സംസാരിക്കുകയും ചെയ്തു. അധികം വൈകാതെ നിങ്ങളുടെ ജോലി അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പേടിക്കൊന്നും വേണ്ട, എന്തായാലും ജോലി കിട്ടുമെന്ന് പറയാണ്. എന്നാൽ ഇക്ബാൽ പറയണം, അത് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇങ്ങോട്ടേക്ക് ഈ കമ്പനിയുടെ ഓണർ വരണം, അയാളുടെ മുന്നിൽ വെച്ച് പറയണം. അതുപോലെ തന്നെ മീഡിയാസിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, എല്ലാവരും ഈ ഒരു കാര്യം അറിയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് മാറില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇതും പറഞ്ഞ് കുട്ടിയുടെ തലയിൽ തന്നെയാണ് ഇപ്പോഴും ഗണ്ണ് വെച്ച് നിൽക്കുന്നത്. എന്നാൽ ഇക്ബാൽ പറഞ്ഞ ആ ഒരു മീഡിയ ടീം ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. ഇവരിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് ഒന്ന് തുമ്മാൻ വരുന്നുണ്ട്. കുറെ നേരം പിടിച്ചു വെച്ചെങ്കിലും അറിയാണ്ട് തുമ്മി പോവാണ്. ഈ ശബ്ദം ഇക്ബാൽ കേൾക്കുന്നുണ്ട്. അവനാകൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. നിങ്ങളപ്പോ ആളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, ഓൾറെഡി ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണല്ലോ അവര്, എന്നെ പിടിക്കാൻ നോക്കണ്ട, സിറ്റുവേഷൻ വഷളാവുമെന്ന് ഇക്ബാൽ ഇപ്പോൾ വാണിംഗ് കൊടുക്കുകയാണ്. ഇത് കേട്ട പാടിന്, അയ്യോ സ്വാമി, എനിക്കറിയില്ല, അതാരാണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. എന്റെ അറിവിൽ നിലവിൽ ഞാൻ ആരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല, ഞാനല്ലാതെ ഈ ഫ്ലോറിൽ വേറെ ആളുമില്ല, ഞാൻ എന്തായാലും നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവനോട് കൈകൂപ്പി സംസാരിച്ച് മായ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എറ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതായത് അവന്തികയുടെ അമ്മ. വന്ന പാടിന് പോലീസുകാർ അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ACP മായ വന്നിട്ട്, നിങ്ങൾ പേടിയൊന്നും വേണ്ട മാഡം. അപ്പോ ഒരു അമ്മയല്ലേ, എറ പറയാണ്, മാഡം പറ മാഡം, എന്റെ മകളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പൊ മായ പറയാണ്, നിങ്ങൾ പേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിലവിൽ അവന്തികയ്ക്ക് യാതൊരു കുഴപ്പമില്ല, ഇപ്പൊ ഭക്ഷണം കൊടുത്തിട്ടേ ഉള്ളൂ, അവളിപ്പോ അത് കഴിച്ചിട്ടുണ്ട്. അതുപോലെ പോലീസുകാരായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ, ഞങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് എന്തായാലും നിങ്ങളുടെ മകൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് ഇരിക്കുക. പക്ഷേ എത്രത്തോളം ധൈര്യമായിട്ട് ഇരിക്കാൻ കഴിയും ഒരമ്മയ്ക്ക്? അതുപോലെ 30ാമത്തെ ഒരു ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അഞ്ജന അതുപോലെ തന്നെ രാഹുൽ ഇവര് രണ്ടുപേരും മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. വീണ്ടും മായ കയറി വരികയാണ് കേട്ടോ, അതായത് ഇക്ബാലിനോട് സംസാരിക്കുന്നുണ്ട്. മാനേജറിനെ വരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാനേജറും വന്നിട്ട് ഇക്ബാലിനോട് സോറി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഞാൻ ജോലിക്ക് തിരിച്ചെടുക്കാം. പക്ഷെ ഇപ്പോഴും ഇക്ബാൽ ആ ഒരു കടും പിടുത്തത്തിൽ തന്നെയാണ്. നിങ്ങളുടെ മുതലാളി അയാളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, അതായത് ആ ഒരു മിനിസ്റ്റർ ഉണ്ടല്ലോ അയാൾ തന്നെ. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതേ നേരം തന്നെ ഇത്രയും നേരം കൊണ്ട് അഞ്ജന രാഹുൽ രണ്ടുപേരും ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നേരെ എഡിറ്റർക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട അയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. മക്കളെ, നിങ്ങൾ തന്നിരിക്കുന്നത് കിടിലം കണ്ടന്റ് ആണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവും. എന്നാ സാറേ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, കുറച്ചേരം കൂടെ അവിടെ ഇരിക്കേ. ആ തീവ്രവാദി എന്താണ് അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവന്റെ കാര്യം തീരുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്,
നമുക്ക് ഈ ഒരു കാര്യം വെച്ച് നന്നായിട്ട് റേറ്റിംഗ് ഉണ്ടാക്കാന്ന് പറയാണ്. അഞ്ജനയ്ക്ക് വീണ്ടും ഇവിടെ തന്നെ ഇരുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്നാൽ നമ്മുടെ ക്യാമറമാൻ രാഹുലിനാണെങ്കിൽ ഒരുമാതിരി ഒരു പേടി, എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ശബ്ദം ഇക്ബാൽ കേൾക്കാണ്. അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഈ രാഹുലിനെ കാണുന്നുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇക്ബാൽ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. മാത്രമല്ല ഇത്രയും നേരം ഇവർ ഷൂട്ട് ചെയ്ത ആ ഒരു കാര്യങ്ങൾ മുഴുവൻ വാർത്തയിലൂടെ കാണുന്നുണ്ട്. അവിടെ TV ഉണ്ടല്ലോ. എല്ലാം കൂടി ആയപ്പോൾ ഇക്ബാൽ ആകെ പതറി പോകുന്നുണ്ട്. ഈ രാഹുലിനെ കണ്ട പാടിന് അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ രാഹുൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ വാർത്ത TV-യിൽ ഇങ്ങനെ വരുന്നത് താഴെ നിന്ന് ACP മായ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള എറ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇവരും സത്യത്തിൽ ഞെട്ടിപ്പോയി. ആരാണ് ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്? മുകളിൽ അപ്പോൾ ആൾക്കാരുണ്ടല്ലേ. ഇത്രയും നേരമായിട്ട് ഇവർ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് വയലന്റ് ആവുന്നത് എറയാണ്. എറ ഇപ്പൊ മായോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ കുട്ടി സേഫ് ആണെന്ന്? ഇപ്പൊ ഇതാ മുകളിൽ നിന്ന് വെടിവെച്ചെല്ലാം കേൾക്കുന്നത്. ഞാൻ ആര് വിശ്വസിക്കണം? എന്ത് ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കേണ്ടേ? എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാണ്ടല്ലോ, ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. പിന്നീട് അവരുടെ ആ ഒരു ദേഷ്യമെല്ലാം പോയിട്ട് വളരെ ദയനീയമായിട്ട് തന്നെ പോലീസുകാരോട് സംസാരിക്കണം. മാഡം പ്ലീസ് ദയവ് ചെയ്ത് എന്റെ മോളൊന്ന് രക്ഷപ്പെടുത്ത്. എനിക്ക് എന്റെ മോളല്ലാണ്ട് വേറെ ആരുമില്ല മാഡം. സിറ്റുവേഷൻ ഇതുപോലെ ഇവിടെ വഷളായി നിൽക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. TV-യിലൂടെ ഈ കാര്യങ്ങളൊക്കെ മായയുടെ ഹസ്ബൻഡ് കാണുന്നുണ്ട്. ഹസ്ബൻഡ് ഇത് കണ്ടപാട് തന്നെ മായ വിളിക്കുന്നുണ്ട്. നിന്നോട് ഡോക്ടർ പറഞ്ഞതല്ലേ ദേഹം അനങ്ങാൻ പാടില്ലാന്ന്? എന്തിനാടോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഗർഭിണിയാകാൻ പറ്റില്ല, നീ ഒരു അമ്മയാവില്ല. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു പോവാ. അതായത് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രഷർ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ കുറച്ചുകൂടെ വയലന്റ് ആയിട്ട് എന്താ പറയുക, അവരുടെ ആ ഒരു കൺട്രോൾ എല്ലാം പോയിട്ടുണ്ട്. പിന്നീട് പോലീസുകാരെല്ലാവരും കൂടെ അവർ നേരെ പോലീസിന്റെ ആ ഒരു വാഹനത്തിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട്. അങ്ങനെ ഇരുത്തിയ സമയത്ത് അവന്തികയുടെ അമ്മ ഇറ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. അതായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അതായത് ആ ഒരു ജീപ്പിൽ തന്നെ വാക്കി ടോക്കി ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതായത് ആളുടെ പേര് ഇക്ബാൽ എന്നാണ്. ഇവിടെ തന്നെയുള്ള ഒരു ചേരിയിലാണ് അയാളുടെ താമസം. മാത്രമല്ല ഈ ഇക്ബാലിന് ഒരു മകനും കൂടി ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇറ കേൾക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് നമ്മുടെ അഞ്ജന അതുപോലെ തന്നെ രാഹുൽ രണ്ടുപേരെയും കാണിക്കുകയാണ്. നേരത്തെ ഇക്ബാൽ ഷൂട്ട് ചെയ്തില്ലേ, അതിൽ നിന്നും ഭയന്ന് രണ്ടുപേരും മറ്റൊരു ഭാഗത്തേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെ മുഖത്തും ആ ഒരു ഭയം നമുക്ക് കാണാട്ടോ. ആദ്യമായിട്ടാണ് ഇതുപോലൊരു സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യുന്നത്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് മായ വരുന്നുണ്ട്. മായ വന്ന പാട് തന്നെ ഇക്ബാലിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം, നിങ്ങൾ വയലന്റ് ആവരുത്. കാരണം നേരത്തെ കേട്ട ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് എന്റെ ആളുകളല്ല, പോലീസും അല്ല പട്ടാളുമല്ല, 2 ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണ്. അവരിവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അവരാണ് ആ കാര്യം മുഴുവൻ ഷൂട്ട് ചെയ്ത് ചാനലിട്ടത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കുഞ്ഞിനൊന്നും ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ വയലന്റ് ആവരുത്. എന്നാൽ എന്തും ചെയ്യും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇക്ബാൽ ആ ഒരു ഗണ്ണുമായിട്ട് കുട്ടിയുടെ തലയിലും വെച്ചിട്ട് നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ അവന്തിയുടെ അമ്മയുണ്ടല്ലോ എറ, ഇവരിപ്പോ ഒരു സ്ട്രീറ്റിലേക്ക് പോകുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, അവിടെ വെച്ച് ഒരാളെ കാണുന്നുണ്ട്. ഇയാളിപ്പോ ഒരു ഗണ്ണ് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. മാത്രമല്ല അതിന്റെ ആ ഒരു കാശും പറയുന്നുണ്ട്, ഇത്ര രൂപയായിട്ടുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാ വെച്ചാൽ ഇതാ ഇവിടെ പിടിച്ച് വലിച്ചാൽ ട്രിഗർ ഓണാം, അതുപോലെ തന്നെ ഫയർ ചെയ്യേണ്ട കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല നിങ്ങളല്ലേ അവന്തികയുടെ അമ്മ ഇറ, ന്യൂസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഗണ്ണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ കാശ് തരണ്ട, എത്രയും പെട്ടെന്ന് മോളെ പോയിട്ട് രക്ഷപ്പെടുത്തിയെന്ന് പറയാണ്. ഒരു ഇല്ലീഗൽ ബിസിനസ് ആണ് ആള് ചെയ്യുന്നെങ്കിലും അയാളുടെ ഉള്ളിലും ഒരു എത്തിക്സ് ഉണ്ട് തോന്നുകയല്ലേ. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും കൊള്ളയായിട്ട് പൈസ മേടിക്കേണ്ടെന്ന് അയാളും തീരുമാനിച്ചു. ഇതിനുശേഷം കാണിക്കുന്നത് ആ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള മിനിസ്റ്റർ ഉണ്ടല്ലോ അയാളെയാണ്. അപ്പൊ മിനിസ്റ്ററോട് കമ്മീഷണർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാറേ വാർത്തയിലൂടെ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാല് സാറ് അങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ചാൽ മാത്രമേ ആ ഇക്ബാല് കുഞ്ഞിന് വിടുകയുള്ളൂ. സിറ്റുവേഷൻ കുറച്ച് സീനാണ് സാറേ. അപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ, അവനെ കണ്ടെന്ന് സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നം അവിടെ തീരും. എന്നാ ഇതൊരു മന്ത്രിയാണ്, ഇയാൾ ഒറ്റയടിക്ക് അങ്ങോട്ട് പോവോ? അപ്പൊ ഇയാൾ ഒന്നും മടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ ഒരു 13th ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ അഞ്ജന രാഹുൽ രണ്ടുപേരും മരണഭയം കാരണം ഇനിയിപ്പോ ജോലി പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ലിഫ്റ്റിലേക്ക് വന്ന് കയറുകയാണ്. നേരെ താഴേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇറങ്ങിയ സമയത്ത് ദാണ്ട് കിടക്കുന്ന അടുത്ത ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയാം. അതെന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ മച്ചാമാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്കും കൂടെ ചെയ്താൽ നന്നായിരുന്നു കേട്ടാ. അപ്പൊ റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള അഞ്ജന രാഹുൽ രണ്ടുപേരും ലിഫ്റ്റ് വഴി താഴേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ഈ അവന്തികയുണ്ടല്ലോ, അവന്തികയുടെ അമ്മ ഇറ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത് ഇക്ബാലാണെന്നും ഈ അടുത്ത ചേരിയിലാണ് അവന്റെ താമസമെന്നും അവനൊരു മകനുണ്ടെന്ന് പോലീസുകാരുടെ വാക്കി ടോക്കിയിലൂടെ അവൾ കേട്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് ഇക്ബാലിന്റെ മകനെ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ തലയിൽ ഗണ്ണ് വെച്ചിരിക്കുന്നുണ്ട്. പോലീസുകാർ ചുറ്റും അങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഇറ പറയുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് എന്റെ മോളെ വേണം, അവൾക്കൊന്നും പറ്റാൻ പാടില്ല, അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതുപോലെ തന്നെ ഈ കുഞ്ഞിനും അപകടം സംഭവിക്കുന്ന പറയാണ്. അതായത് വെടിവെച്ച് കൊല്ലുമെന്ന് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോ ഇറ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല 2 ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, അഞ്ജന അതുപോലെ തന്നെ രാഹുൽ, അവരോട് 2 പേരോടും 28ാമത്തെ നിലയിലേക്ക് വരാൻ വേണ്ടി പറയാണ്. അതായത് ഈ കുട്ടിയുടെ തലയിൽ ഗണ്ണും പിടിച്ച് നിൽക്കുന്ന ആ ഒരു വിഷ്വല് അത് ന്യൂസിൽ ലൈവായിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ വേഗം ഷൂട്ട് ചെയ്യുന്നുണ്ട്. കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ ചാനലിൽ ഈ കാര്യം ഇടുന്നുണ്ട്. അപ്പൊ ഈ ചാനലിലൂടെ ഈ ഒരു കാര്യം ആര് കാണുന്നുണ്ട്? ഇക്ബാല് കാണുകയാണ്. തന്റെ മകനെ മറ്റൊരു സ്ത്രീ, അതായത് ഈ അവന്തികയുടെ അമ്മ, അവര് തട്ടിക്കൊണ്ടുപോയിട്ട് അവന്റെ തലയിൽ ഗണ്ണ് വെച്ച് നിൽക്കുകയാണ്. ഈ കാര്യം കണ്ടപ്പോൾ ഇക്ബാൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെന്താ ഇവിടെ നടക്കുന്നത്? അവനാകെ വയലന്റ് ആവുകയാണ്.
പറയാണ് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ഇപ്പൊ ശരിയാക്കുന്നു പറഞ്ഞിട്ട് ഗണ്ണുമായിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്ന് ഇത് കണ്ട പാട് തന്നെ അവനൊന്ന് കൂളാക്കാൻ വേണ്ടി നമ്മുടെ ACP മായ ഉണ്ടല്ലോ അവര് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ആവുന്നില്ല, കാരണം വയറ്റത്ത് കുഞ്ഞുണ്ട്. വല്ലാണ്ട് കിടന്ന് പിടച്ചു കളഞ്ഞാൽ ആ ഒരു കുഞ്ഞ് അപ്പൊ തന്നെ അലസി പോവുകയെ. എന്തൊരു സിറ്റുവേഷനാ നോക്കിയല്ലേ. ഇവിടെയാണെങ്കിലോ എന്തൊക്കെയോ പറഞ്ഞിട്ട് മായ ഇപ്പോ ഒരു വിധത്തില് ഇക്ബാലിനെ ഒന്ന് അടക്കി ഇരുത്തുന്നുണ്ട്. കാരണം മാനസികനില അതൊന്ന് തെറ്റിപ്പോയ കയ്യിൽ ഗണ്ണാണ്, അതെടുത്ത് ആ ഒരു കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ലേ. അങ്ങനെ ഒരു വിധത്തില് അവന് നോക്കിയാക്കാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഗണ്ണ് അവിടെ നിന്ന് വെക്ക്, ഞാൻ പോയിട്ട് അവരോട് അതായത് ഇറയോടൊന്ന് സംസാരിക്കട്ടെ, അതുവരെ നിങ്ങളൊന്ന് കൂളായിട്ട് നിൽക്ക്. എന്തോ പാവം അവരെ കൊണ്ട് വയ്യുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ആ രാത്രി കടന്നു പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ മായ ഇപ്പൊ ചെന്നിട്ട് ഇറയോട് സംസാരിക്കാണ്. ഇറയോട് പറയാണ് നിങ്ങൾ എന്ത് ഈ ചെയ്യുന്നത്, കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര റോങ് ആണ്. നിങ്ങളുടെ മകൾ ഒരു സിറ്റുവേഷനിൽ പെട്ടുകിടക്കുകയാണ്, എന്നാൽ അതേ സിറ്റുവേഷനിൽ തന്നെ മറ്റൊരു കുട്ടിയെ പെടുത്തിക്കൊണ്ട് അവളെ രക്ഷപ്പെടുത്താന്ന് പറയുന്നത് അതൊരു എത്തിക്കലി നോക്കുകയാണെങ്കിൽ മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ഇറ പറയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ മേഡം. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ കുഞ്ഞാണ്, അവൾക്കൊരു പോറൽ പോലും വരാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത് അത് തന്നെ ഈ കുട്ടിക്കും സംഭവിക്കുന്ന പറയാണ്. സിറ്റുവേഷൻ എന്താ പറയാ ഭയങ്കര മോശമായിട്ട് വരികയാണ്. ഈ സിറ്റുവേഷൻ മോശമാവുന്നതല്ല പ്രശ്നം, ഇതിങ്ങനെ മോശമാവും തോറും അത് ഹാൻഡിൽ ചെയ്യുന്ന മായ അവളുടെ അവസ്ഥയാണ് കുറച്ചധികം പരിതാപകരമായിട്ട് വരുന്നത്. നോർമല് ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്തങ്ങ് പോവാമെന്നേ ഉള്ളൂ. എന്തായാലും ഈ രണ്ട് പ്രശ്നത്തിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് അവരങ്ങനെ പേടാപ്പാട് പെടുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു സ്ത്രീയും ചെയ്യാത്ത കാര്യമാണ് മായ ചെയ്യുന്നത് കേട്ടോ. കാരണം സ്വന്തം കുഞ്ഞിനെ ബലിയാടാക്കിക്കൊണ്ട് മറ്റൊരു കുഞ്ഞിനെയാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത്. അവൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് സിറ്റുവേഷൻ അതായത് ഫിസിക്കൽ കണ്ടീഷൻ മോശമാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ജോലി ഇട്ടിട്ട് പോവാം, പക്ഷേ മായ അത് ചെയ്യുന്നില്ല. എന്നിപ്പോ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഒരു കോള് വരുന്നുണ്ട്. മായയോട് ഒരു കാര്യം പറയുന്നുണ്ട്. മായ ഒരു കാര്യം ചെയ്തേക്ക്, ഈ നിമിഷം നിങ്ങൾ ഈ ഒരു മിഷൻ അത് ഡ്രോപ്പ് ചെയ്തേക്ക്. കാരണം ഇതിനിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് മിനിസ്റ്റർക്ക് യാതൊരു താല്പര്യമില്ല. ഉടനടി തന്നെ അങ്ങോട്ടേക്ക് ഒരു അറ്റാക്ക് നടക്കും. ആ അറ്റാക്കിൽ കമാൻഡോ ഫോഴ്സ് എന്തായാലും ഇക്ബാലിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ചിലപ്പോ പ്രശ്നത്തിന്റെ മറ്റൊരു കാരണക്കാരിയായിട്ടുള്ള അവന്തികയുടെ അമ്മയായിട്ടുള്ള ഇറയെ വരെ ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മായ നീ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നിന്നെന്ന് പറയണം. എന്നാൽ മായ പറയുന്നത് സാർ എന്ത് ഈ പറയുന്നത്, ഇറ അതൊരു പാവം സ്ത്രീയാണ്, അവര് പോലും അറിയാതെ അവർ ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്ന് പെട്ടതാണ്, അവരെന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇക്ബാല് നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ അവനൊരു ടെററിസ്റ്റോ ഒന്നുമല്ല, ഒരു സാധാരണക്കാരൻ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് മാനസികമായിട്ട് താളം തെറ്റിപ്പോയതാണ്. ഈ ഒരു സിറ്റുവേഷനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് മായ ഇപ്പോൾ ഈ കമ്മീഷണറോട് പറയുന്ന സമയത്ത് കമ്മീഷണർ പറയാണ് 5 മിനിറ്റ് അതിനുള്ളിൽ കമാൻഡോ ഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തും, ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും, അതുകൊണ്ട് വേണമെങ്കിൽ അവിടുന്ന് മാറിക്കുമെന്ന് പറയണം. ഫോണ് കട്ടായി കഴിഞ്ഞ വാർഡ് തന്നെ മായ മുകളിലേക്ക് ഓടുകയാണ് കേട്ടോ. ഇക്ബാലിനെ കണ്ട വാർഡ് തന്നെ പറയുന്നുണ്ട് ഇക്ബാലെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കീഴടങ്ങും, നിങ്ങൾ ആ ഒരു കുഞ്ഞിനൊന്നും ചെയ്യല്ലേ, കാരണം കാര്യങ്ങൾ എന്റെ കൈവിട്ട് പോയിരിക്കുകയാണ്. ഉടനടി ഇങ്ങോട്ടേക്ക് ഒരു കമാൻഡോ ഫോഴ്സ് വരും. അവരൊന്നും നോക്കില്ല, നിന്നെ വെടിവെച്ച് കൊല്ലാനാണ് അവരുടെ തീരുമാനം. ചിലപ്പോൾ ഈ ഒരു കുഞ്ഞിന്റെ കാര്യം വരെ അവർ നോക്കിയെന്ന് വരില്ല. ദയവ് ചെയ്തിട്ട് എന്തിനാ റിസ്ക് എടുക്കുന്നത്. കാര്യങ്ങൾ ഈ ഒരു മണ്ടനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇക്ബാൽ ആമ്പിനും വെല്ലിനും അടുക്കുന്നില്ല. ഒരു കാരണവശാലും കുട്ടിയെ ഞാൻ വെറുതെ വിടില്ല. ആ ഒരു മന്ത്രി അതായത് കമ്പനിയുടെ ഓണർ അയാൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമല്ലാതെ. ഇതേ നേരം തന്നെ താഴെ നോക്കുകയാണെങ്കിൽ കമ്മീഷണർ പറഞ്ഞ ഒരു കമാൻഡോ ഫോഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള അഞ്ജന രാഹുൽ ഇവർ രണ്ടുപേരെയും ഇപ്പൊ മായ കാണുന്നത്. പെട്ടെന്ന് തന്നെ മായയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. രണ്ടുപേരെയും കൂട്ടിയിട്ട് ഈ വരുന്ന കമാൻഡോ ഫോഴ്സ് ഇവർ ഇങ്ങോട്ടേക്ക് വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം ACP മായക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തപ്പോഴേക്കും അതിന്റെ ഒരു റിസൾട്ട് വരാൻ തുടങ്ങി. എന്താണ് ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശം? ആ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തലാണോ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ട് ആ രണ്ടാൾക്കാരും വെടിവെച്ച് കൊല്ലലാണോ? കുട്ടികളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇത്രയും ആയുധധാരികളായിട്ടുള്ള ആൾക്കാർ എന്തിനാണ് അങ്ങോട്ടേക്ക് കടത്തിവിട്ടത്? അപ്പൊ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളെ രക്ഷപ്പെടുത്തലല്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സംഭവത്തിന് ഒതുക്കി തീർക്കണം. പബ്ലിക്കിന്റെ ഇടയിൽ ഇത് ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. ഇതിന് പുറമെ ഈ ഇക്ബാൽ ആണെങ്കിൽ ഒരു മുസ്ലിം, അതുപോലെ തന്നെ അവൻ തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടി അവളൊരു ഹിന്ദു ആണ്. കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിന്റെയൊക്കെ ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും കാര്യങ്ങളും പബ്ലിക്കിന്റെ ഇടയിൽ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ കമാൻഡേഴ്സിന് ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടാൽ ഗവൺമെന്റിന്റെ ഇമേജ് തന്നെ ഇല്ലാതായിപ്പോ. അതുകൊണ്ട് കമ്മീഷണർ അവരെ തിരിച്ചു വിളിക്കുകയാണ്. ഇപ്പോഴാണ് മായയ്ക്ക് ഒന്ന് ആശ്വാസമായത്. എന്തായാലും പ്ലാന് വർക്കൗട്ടായി. പിന്നീട് ഇക്ബാലിന്റെ അടുത്തേക്ക് മായ വന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ അമ്മ കുറെ നേരമായിട്ട് താഴെ അത്രയും വിഷമിച്ചിരിക്കുകയാണ്, ഒന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോട്ടെ, അതുപോലെ നിനക്ക് നിന്റെ മകനോട് ഒന്ന് സംസാരിക്കണ്ടേ. അങ്ങനെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇക്ബാൽ മകനോട് സംസാരിക്കുന്നുണ്ട്. മോനെ മോൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അച്ഛൻ എന്തായാലും ജോലി തിരിച്ചു കിട്ടും, ജോലി കിട്ടിയ പാട് തന്നെ നമുക്ക് മോന്റെ ഫീസ് അടക്കാം, മോന് പഴയതുപോലെ തന്നെ സ്കൂളിൽ പോകാനും കഴിയും. ഇതിനുശേഷം അവന്തികയുമായിട്ട് ഏറെ സംസാരിക്കുകയാണ്. ഇപ്പൊ മോളോട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മ ഇപ്പൊ വരും. അതുപോലെ തന്നെ അവന്തിക പറയുന്നുണ്ട് അമ്മ എനിക്ക് പേടിയൊന്നുമില്ല, ഈ അങ്കിൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ഇറക്കി ദേഷ്യം വരികയാണ്. അങ്കിളോ ആരാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് അധികം അടുക്കാനൊന്നും പോകണ്ടോ മോള്, അതൊരു ദുഷ്ടനാന്ന് പറയാണ്. ഇത് കേട്ടപാട് ദേഷ്യം വന്ന ഇക്ബാൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് തീർക്കണമെങ്കിൽ നമ്മുടെ ഇക്ബാൽ പറഞ്ഞതുപോലെ മിനിസ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. എന്നാൽ മിനിസ്റ്റർ ആണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കുന്നുമില്ല.
അപ്പൊ ഈ കാര്യം മനസ്സിലാക്കിയ ACP മായ അവർക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. വേഗം തന്നെ ഈ പഞ്ചന ഉണ്ടല്ലോ അവളെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇപ്പോൾ ACP മായ ആ ഒരു വീഡിയോ ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പബ്ലിക്കായിട്ട് ലൈവായിട്ട് തന്നെ ആൾക്കാർ കാണുന്നുണ്ട്. അതായത് നിങ്ങളെല്ലാം പേടിക്കുന്നത് പോലെ ഈ ഇക്ബാൽ അത്ര ചീത്തതായിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. ദാരിദ്ര്യം അതാണ് അയാളുടെ പ്രശ്നം. ആ മനുഷ്യന് നല്ലൊരു ജോലിയില്ല, ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ എങ്ങനെ ആ മനുഷ്യൻ നോക്കും? അദ്ദേഹത്തിന് വേണ്ടത് ഒരു ജോലിയാണ്, ഒരു ജോബ് സെക്യൂരിറ്റിയാണ്. അതുകൊണ്ടാണ് മിനിസ്റ്ററോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്. മാത്രല്ല ഇറ എന്ന് പറഞ്ഞ സ്ത്രീ ഈ ഇക്ബാലിന്റെ മകൻ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് വേറെ ഒന്നിനുമല്ല, അവരുടെ മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഭാഗത്തും ന്യായമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ഒരേ ഒരു കാര്യം നടന്നാൽ മതി, ആ മിനിസ്റ്റർ അയാളൊന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇറയോടും അതുപോലെ തന്നെ ഈ ഇക്ബാലിനോടും ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് അവർ നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വാർത്തയിലൂടെ മിനിസ്റ്ററും കാണുകയാണ്. ഇപ്പോ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ജനങ്ങളൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഈഗോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നുമില്ല. പബ്ലിക്കൊക്കെ ആകെ വയലന്റ് ആണ് ഇപ്പോൾ. അതായത് വോട്ട് ചോദിച്ച് ഒരു ഉളുപ്പില്ലാതെ വരുമല്ലോ. എന്നാൽ ഇതുപോലെ ഒരു കുഞ്ഞിനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആ പാവം മനുഷ്യരും ഒരു പ്രശ്നം വന്നപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാൻ എന്താ മിനിസ്റ്റർക്ക് പറ്റില്ലേ എന്നൊക്കെ പബ്ലിക്ക് ചോദിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ അറിയുന്നുണ്ട്. ഈ സമയത്ത് മിനിസ്റ്റർ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാറേ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ ഇക്ബാൽ ഒരു മുസ്ലിമാണ്, അതുപോലെ തന്നെ ഇറ അവരൊരു ഹിന്ദുവാണ്. നിങ്ങൾ ഈ ഇക്ബാലിനോട് ക്ഷമിച്ച് അയാൾക്ക് നല്ലൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന്, അതായത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാടുള്ള ഒരു പ്രീതി നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ വോട്ട് കുറെ അധികം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇറ അവരൊരു ഹിന്ദു ആണല്ലോ. അപ്പൊ അവരുടെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ അവരുടെ ആ ഒരു മതത്തിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ നോക്കിയാലും സാർ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭമല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് കേട്ടപാട് തന്നെ മിനിസ്റ്റർ പറയണോ, ഓക്കെ ഞാൻ എന്തായാലും പോവാം. ആ വിവരം പെട്ടെന്ന് തന്നെ ACP മായക്ക് കിട്ടുന്നുണ്ട്. അതായത് അധികം വൈകാതെ മിനിസ്റ്റർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോവാണ്. ഈ കാര്യം ഇപ്പോൾ ഇക്ബാലിനോട് കുറച്ച് സന്തോഷത്തോട് കൂടിയിട്ട് മായ ചെന്ന് പറയുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരാൻ പോവാണല്ലോ. കേട്ടപാട് തന്നെ ഇക്ബാലിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഹൗ, മിനിസ്റ്റർ വരുന്നുണ്ടല്ലോ, എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഇനി ഓക്കെ ആയിരിക്കും. പക്ഷേ ACP മായ, അഞ്ജന അതുപോലെ തന്നെ രാഹുൽ ഇവരോട് രണ്ടുപേരോടും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം. ഇനി അഥവാ അവർ ക്യാമറ എങ്ങാനും വാങ്ങി വെച്ചാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയണം. അതിനുവേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്താന്ന് വെച്ചാൽ എടുത്ത് ലൈവിൽ വെച്ചോണം. കാരണം എന്ത് തന്നെയായാലും നല്ലതായാലും ചീത്തതായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം പബ്ലിക് അറിയണം എന്നുള്ളൊരു വാശി ACP മായക്ക് ഉണ്ടായിരുന്നു. അധികം വൈകാതെ മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന വാർഡ് തന്നെ എല്ലാവരോടും പറയണം, ആരും പേടിക്കേണ്ട കേട്ടോ. 2 കുഞ്ഞുങ്ങളുടെ കാര്യം അതുപോലെ 2 പേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനല്ലേ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ. നിങ്ങൾ എന്തായാലും പേടിക്കാതെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക. ഇതും പറഞ്ഞ നേരെ മിനിസ്റ്റർ മേലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ഒരേ ഹാളിൽ തന്നെ ഇറയെയും അതുപോലെ തന്നെ ഇക്ബാലിനെയും നിർത്തിയിട്ടുണ്ട്. 2 പേരുടെ കയ്യിലും കുഞ്ഞുങ്ങളും ഉണ്ട്. ആ കുഞ്ഞുങ്ങളുടെ തലയിൽ ഇവർ ഗണ്ണ് വെച്ചോണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് മിനിസ്റ്ററും PA അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇവര് നോക്കുമ്പോൾ ഈ വലിയ ബിൽഡിംഗ് അല്ലേ, ഇതിന്റെ 4 ഭാഗത്തുനിന്ന് കമാൻഡോസ് വന്ന് ഇറങ്ങുന്നുണ്ട്. കാരണം ഒരു മിനിസ്റ്ററാണ് വരുന്നത്. പക്ഷേ പേടിക്കാൻ ഭാഗത്തിന് ഇവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ല കേട്ടോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവർ വന്നു എന്ന് മാത്രം. എന്തായാലും മിനിസ്റ്റർ വന്നിട്ട് ഇക്ബാലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവനോട് കാര്യങ്ങളൊക്കെ പറയാണ്, പേടിക്കൊന്നും വേണ്ട, നിനക്ക് നിന്റെ ജോലി തിരിച്ചു കിട്ടും. അതുപോലെ ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതിലേക്ക് നോക്കിയിട്ട് മിനിസ്റ്റർ സംസാരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പേടിച്ചതുപോലെ ഇക്ബാൽ അത്ര ചീത്ത മനുഷ്യരൊന്നും അല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ സാഹചര്യം ഇത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചു എന്ന് മാത്രം, അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇക്ബാലിന് എന്തായാലും അവന്റെ ജോലി അത് തിരിച്ചു കൊടുക്കാൻ പോവാണ് ഞങ്ങൾ. അതുപോലെ തന്നെ എന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഇക്ബാലിന് ഇപ്പോൾ ഈ ഒരു മിനിസ്റ്റർ കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇക്ബാൽ അത് മേടിക്കുകയാണ്. പെട്ടെന്ന് അത്രയും നേരം കണ്ണാടിയുടെ പുറത്ത് നിന്നുകൊണ്ട്, അതായത് ബിൽഡിങ്ങിന്റെ പുറത്ത് നിന്നുകൊണ്ട് തൂങ്ങി നിന്ന കമാൻഡോസ് ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് അവിടെ ഒരു കർട്ടൻ വീഴുകയാണ്. അപ്പൊ എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന് ഇവർക്കാർക്കും കാണാൻ കഴിയുന്നില്ല. എന്തായിരിക്കും ഉള്ളിൽ നടക്കുന്നത്? കമാൻഡോസിന് ഈ കാര്യമൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മളെ കാണിക്കുന്നത് ഇത്രയും നേരം കുട്ടിയുടെ തലയിൽ ഗണ്ണ് വെച്ചോണ്ടിരുന്ന ഇക്ബാല് ആ ഗണ്ണെടുത്തപ്പോ മിനിസ്റ്ററുടെ തലയിലേക്ക് വെക്കുകയാണ്. ഇക്ബാല് മാത്രമല്ല, അതിന്റെ കൂടെ ഇറയും ഇയാളുടെ തലയിൽ ഗണ്ണ് വെച്ചിട്ട് ഇറ ചോദിക്കുന്നുണ്ട്, എവിടാ എന്റെ ഭർത്താവ്? അതേ സമയത്തിന് ഇക്ബാല് ചോദിക്കുകയാണ്, എവിടാ എന്റെ അനിയൻ? മര്യാദക്ക് പറഞ്ഞോ നീ. അതായത് ഇറയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈ ഇക്ബാലിന്റെ അനിയനാണ്. അതായത് ഇറയും ഇക്ബാലും അവർ പ്ലാൻ ചെയ്ത് മിനിസ്റ്ററെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചതാണ്. കാരണം ഇക്ബാലിന്റെ അനിയൻ, അതായത് ഇറയുടെ ഹസ്ബൻഡ്, അയാളെ കാണാനില്ല. അയാളെ കാണാതായതിന്റെ കാരണക്കാരൻ ഇതേ മിനിസ്റ്റർ തന്നെയാണ്. ഇക്ബാലിന്റെ അനിയന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇക്ബാൽ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. എന്നിരുന്നാലും പരമാവധി കഷ്ടപ്പെട്ട് അവന് നല്ല രീതിയിൽ പഠിപ്പിച്ചു. വലുതായ സമയത്ത് അന്യമതത്തിൽപ്പെട്ട ഒരാളെ, അതായത് ഇറയെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ അവര് കല്യാണം എല്ലാം കഴിഞ്ഞ് ജീവിച്ചു പോവായിരുന്നു. അതുപോലെ തന്നെ ഇക്ബാലിന്റെ അനിയനെ നോക്കിയ കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ലൈഫ് വരെ മാറ്റി വെച്ചിട്ട് അനിയന് വേണ്ടി ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെടുകയായിരുന്നു. കാരണം ആ അനിയനോട് അത്രയും സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പുറത്താണ് അവൻ അത്രയും ഹെൽപ്പ് ചെയ്തത്, അവന് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഒരു ജേർണലിസ്റ്റായി മാറിയ അവന്റെ അനിയനുണ്ടല്ലോ, ഒരുപാട് ഡ്രഗ് ഡീലിങ്സ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിന്റെ
ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് ഇതിനൊക്കെ ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, ഇത് നിയന്ത്രിക്കുന്ന ഒരു വലിയ തല. ആ തല ആരാണെന്നും അവൻ കണ്ടുപിടിച്ചു. പക്ഷെ അത് തന്നെ ഈ ഇക്ബാലിന്റെ അനിയന് ഒരു വിനയായി എന്ന് പറയാം. ഇക്ബാലിന്റെ അനിയൻ എന്ന് പറയുമ്പോൾ എറയുടെ ഹസ്ബൻഡാണ്. ആ കാര്യം കൂടെ നിങ്ങൾ മറക്കരുത് കേട്ടാ. എന്തായാലും ഇക്ബാലിന്റെ അനിയൻ ഈ നടക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികൾ, ഡ്രഗ്സ്, ഇതിന്റെ എല്ലാം ആ ഒരു തലതൊട്ടപ്പനെ മനസ്സിലാക്കിയ സമയത്ത് അത് മറ്റാരുമല്ല, ഇതേ മിനിസ്റ്റർ തന്നെയാണ്. കേസുമായിട്ട്, അതായത് ഈ തെളിവുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്ന് തന്നെ ഇക്ബാലിന്റെ അനിയൻ തീരുമാനിച്ച സമയത്ത് പലതരം ഭീഷണികളും അവന് വരുന്നുണ്ടായിരുന്നു. പിന്നീട് ഇക്ബാലിന്റെ അനിയന്റെ ലൈഫിൽ സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഒരു ദിവസം രാത്രി ഇറ, അതായത് ഭാര്യയോട് എല്ലാ കാര്യങ്ങളും ഇക്ബാലിന്റെ അനിയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വലിയൊരു ഡ്രഗ് മാഫിയ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ആ ഒരു മിനിസ്റ്ററാണ്. എന്തായാലും ഇന്ന് ഒരു സമാധാന ചർച്ചയ്ക്കായിട്ട് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ ഭാര്യയായിട്ടുള്ള ഇറയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അന്ന് ഇക്ബാലിന്റെ അനിയൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് ഇവരെ തിരിച്ചു വന്നിട്ടില്ല. ഭർത്താവിനെ കാണാത്തതുകൊണ്ട് ഇറയും അതുപോലെ തന്നെ ഇക്ബാലിന് അനിയന് നഷ്ടമായല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ ആർക്കെതിരെയാണ് ഇവർ ഈ പരാതി കൊടുക്കുന്നത്? മിനിസ്റ്റർക്കെതിരെ. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മിനിസ്റ്റർ ആ ഒരു കാര്യമൊക്കെ മറന്നിട്ടുണ്ടാവും, കാരണം അയാളുടെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് വന്ന് പോകുന്നുണ്ടാവുമല്ലോ. അങ്ങനെ പോയി 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 ഇക്ബാലിനും ഇറയ്ക്കും ഒരു കാര്യം മനസ്സിലായി. ഒരു കാരണവശാലും ഇവർക്ക് നീതി കിട്ടാൻ പോകുന്നില്ല. ആ നീതി അത് ഇവരായിട്ട് തന്നെ ചോദിച്ചു മേടിച്ചിരിക്കണം. അങ്ങനെ കിട്ടാത്തത് അത് ചോദിച്ചു മേടിക്കണല്ലോ. അതിന്റെ പുറത്താണ്, ആ വാശിപ്പുറത്താണ് ഇക്ബാലും ഇറയും കൂടെ ഇറങ്ങി തിരിച്ചത്. ഇങ്ങനെ ഒരു നാടകം രണ്ടുപേരും കളിച്ചത്. പക്ഷെ ഈ നാടകം കളിക്കാൻ പോകുന്നതിന് മുന്നേ രണ്ടുപേർക്കും മക്കളുണ്ട്, രണ്ടുപേരെയും തട്ടിക്കൊണ്ടുവരണല്ലോ. അപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അങ്കിളാണ്, അതുപോലെ തന്നെ മറ്റേത് ആന്റിയാണ് എന്നൊക്കെ അറിയാലോ. അപ്പൊ കുഞ്ഞുങ്ങളോട് പരമാവധി പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഒരു കാരണവശാലും പരിചയമുള്ളതുപോലെ ഞങ്ങളോട് സംസാരിക്കരുത്, എപ്പോഴും ഒരു ഭയം ഉള്ളതുപോലെ മാത്രം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ. അതായത് ആ ഫോണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച സമയത്ത് ഇറയുടെ മകള് അവന്തിക നമ്മുടെ ഇക്ബാലിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്കിള് നല്ല അങ്കിളാമ്മേ, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, അധികം വൈകാതെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു പറഞ്ഞല്ലോ. അപ്പൊ ദേഷ്യത്തിൽ ഇറ ഈ അവന്തികയോട് സംസാരിക്കുകയാണ്, നീ അങ്ങനൊന്നും പറയണ്ട, അയാൾ അങ്കിളൊന്നുമല്ല, അയാളൊരു ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു നാടകം പുറത്തേക്ക് വരാതിരിക്കാൻ ആ ഒരു സമയത്ത് അവരൊന്ന് സ്ട്രഗിൾ ചെയ്തു കേട്ടോ. എന്തായാലും തുടക്കം മുതൽ അവസാനം വരെ ഇക്ബാൽ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, മിനിസ്റ്റർ ഇവിടെ എത്തണം, ഇവിടെ എത്തണം, ഇവിടെ എത്തണം. ഇറയും ഇക്ബാലും പ്ലാൻ ചെയ്തതും ഇതേ കാര്യം തന്നെയാണ്. പബ്ലിക്കലി ഈ മിനിസ്റ്റർക്ക് വേണ്ടി നന്നായിട്ട് പ്രഷർ കൊടുക്കുക. അങ്ങനെ അവസാനം പുകച്ച് എലിയെ പുറത്തേ അടിക്കാന്ന് പറയില്ലേ, അതുപോലെ ആ എലിയെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചതാണ് ഇവര്. പക്ഷേ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇപ്പൊ മിനിസ്റ്റർ ഓഫ് ചെയ്യാൻ പറയാണ്. എന്നാൽ മറ്റേ രാഹുൽ എന്ന് പറഞ്ഞ ഒരു ക്യാമറമാൻ പയ്യനുണ്ടല്ലോ, അവന്റെ ഒരു ഫോണ് ആരും അറിയാതെ ലൈവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പബ്ലിക്ക് കാണുന്നുണ്ട്. മിനിസ്റ്റർ ഈ കാര്യം അറിയുന്നില്ല. അപ്പൊ ഇക്ബാലും അതുപോലെ തന്നെ ഇറയും ഇക്ബാലിന്റെ അനിയനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ മിനിസ്റ്റർ പറയാണ്, പിന്നെ അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച വലിയൊരു ലോകമുണ്ട്, ഒരു സാമ്രാജ്യമുണ്ട്, അതിന്റെ അടിവേരെ ഇളക്കാൻ വന്ന ഒരുത്തനെ ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കണോ? തട്ടിക്കളഞ്ഞു ഞാൻ അവന്. എന്നിട്ട് ഒരു തെളിവ് പോലും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കണ്ടെയ്നർ അവന്റെ മേത്തിട്ട് അവന്റെ ശരീരം തന്നെ ചതച്ചരച്ചു കളഞ്ഞു. ആർക്കും ഒരു എവിഡൻസും എനിക്ക് കിട്ടാൻ പോകുന്നില്ലടാ. എന്നോട് കളിക്കുന്ന എല്ലാ അവന്മാർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇത് കേട്ടപ്പോ ഇക്ബാലിന് പ്രഷർ തലയിൽ കയറുകയാണ്. അത്രയും പൊന്നുപോലെ നോക്കിയ അനിയനെയാണ് ഇയാൾ ഈ കോലത്തിൽ ചെയ്തു വെച്ചത്. സഹിക്കാൻ പറ്റുമോ? ദേഷ്യം വന്നു, ഗണ്ണെടുക്കാണ്, ഇയാളെ തലയിൽ വെച്ച് പൊട്ടിക്കാൻ പോകുന്നുണ്ട്. എന്ന് ACP മായ വന്നിട്ട് ഇത് തടുക്കാണ്. മാത്രമല്ല ഇവിടെ നടന്ന ഈ കാര്യങ്ങൾ മുഴുവൻ അത് പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ മിനിസ്റ്റർക്ക് ഒരു ഭാവിയില്ല. ഇയാളുടെ ഭാവി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ജയിലിലാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു പദ്ധതിയിൽ ACP മായ അറിയാതെ വന്ന് പെട്ടു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഇക്ബാലിനെയും അതുപോലെ തന്നെ എറയും സപ്പോർട്ട് ചെയ്യാൻ തന്നെ മായ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് സോൾവ് ചെയ്ത് മായ പുറത്തേക്ക് വരുമ്പോൾ ഒരാളുടെ കയ്യിൽ വിലങ്ങും വെച്ചോണ്ട് വരുന്നത് മറ്റാരുമല്ല, ആ ഒരു മിനിസ്റ്റർ തന്നെ. ഇയാൾക്ക് ഇനി ഒരു ഭാവിയില്ല. കർമ്മ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ചെയ്താൽ തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. മാത്രമല്ല ഈ ഒരു സംഭവത്തിന് ശേഷം ഇക്ബാലിന്റെ മകനുണ്ടല്ലോ, അവന് നല്ല രീതിയിലൊന്നും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇറ ആ ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ് നല്ല രീതിയിൽ. എങ്ങനെയാണോ അവന്തികയ്ക്ക് ഇറ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഇക്ബാലിന്റെ മകനെയും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്ബാലിന് മറ്റൊരു ജോലി കിട്ടി. കഴിഞ്ഞു ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങളുണ്ടായി എന്ന് കരുതി പഴയ കാര്യങ്ങൾ ഓർത്ത് ജീവിക്കാൻ പറ്റുമോ? പുതിയൊരു ലൈഫിലേക്ക് അവനും അതുപോലെ തന്നെ ഇറയും കടക്കുകയാണ്. പിന്നെ നമ്മുടെ ആ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള അഞ്ജന രാഹുൽ, രണ്ടുപേരും ആ ഒരു വൃത്തികെട്ട ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നല്ലൊരു പൊസിഷൻ, പ്രൊമോഷൻ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വെറും TRP റേറ്റിംഗ് അത് ഇതെന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ നാണവും മാനും അതുപോലെ തന്നെ അവരുടെ പ്രൈവസി, എന്താ പറയാ, ഒരു മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരാത്തൊരു ജോലിയാണ് ഇത് മനസ്സിലാക്കിയിട്ട് അഞ്ജന ആ ഒരു ജോലിയെല്ലാം വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോവാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് കരുതിയിട്ട്. കാരണം ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. ലൈഫിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കുമ്പോഴാണല്ലോ സ്വന്തമായിട്ട് എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വരിക. ഓക്കെ, അതുപോലെ ഒരു കോൺഫിഡൻസ് ഈ അഞ്ജനയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ACP മായ നോക്കുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ തവണ അവർക്കൊരു കുഴപ്പവും വന്നില്ല കേട്ടോ. കുഞ്ഞിനെ ഭദ്രമായിട്ട് തന്നെ അവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷത്തിലാണ് മായ ഇപ്പോൾ. 2 തവണ അലസി പോയിട്ടും മൂന്നാമത്തെ തവണ അത് പോയില്ല, ഒരു കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടി. ആ സന്തോഷത്തിൽ സോ ഒരു ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് തന്നെ. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാൾ മികച്ച മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.